ചങ്കുകളെ, ഈ ചാപ്റ്ററിലെ ഡയമണ്ട് ക്വസ്റ്റ്യൻ ഏതായിരിക്കും എന്നറിയണ്ടേ? അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇത്തരത്തിലൊരു സീരീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. $1,000,000 ആൻഡ് $1,000,000 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ്. നിങ്ങളുടെ പഠനം വളരെയധികം എന്താവും, എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു $1,000,000 ആൻഡ് $1,000,000 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലേ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച, ഏറ്റവും അധികം ചോദിച്ച ക്വസ്റ്റ്യനുകളാണ് $1,000,000 ക്വസ്റ്റ്യൻസിനകത്ത് വരിക. അത് തന്നെ അതിന്ന് ഏറ്റവും അധികം ഈ ചാപ്റ്ററിന് ചോദിച്ച ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ഫൈനലി സെലക്ട് ചെയ്യും. അതിനെ ഡയമണ്ട് ക്വസ്റ്റ്യൻ എന്നാണ് പറയുക. അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മസ്റ്റായിട്ട് നിങ്ങളത് എന്ത് ചെയ്യണം, പഠിച്ചു പോകണം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. അവസാനം തുടങ്ങിയ ചങ്ങൾക്കൊക്കെ ഫൈനലി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ $1,000,000 ക്വസ്റ്റ്യനുകളൊക്കെ അറിയുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സീരീസ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ചാപ്റ്റർ വൈസ് നമ്മൾ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതിനൊക്കെ വേണം. ഇല്ലെങ്കിൽ നമ്മളങ്ങ് സ്റ്റോപ്പ് ആവും. അപ്പം നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, മാക്സിമം വാച്ച് ടൈം, ഷെയർ ഒക്കെ ചെയ്യുക. കൂടുതൽ റീച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് $1,000,000 ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്ലൈഡിലാണ്. അടുത്ത സ്ലൈഡിൽ $1,000,000, ഫൈനലി നമ്മുടെ ഡയമണ്ട് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇതിനകത്ത് ഹൗ മെനി ഇലക്ട്രോൺസ് ഇതിനകത്ത് ക്വാണ്ടൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ, അതുപോലെ കൂളംസ് ലോ, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്, SI യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ $1,000,000 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡൈപോൾ മൊമെൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ആണ് ഇതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ ടോർക്ക് ആക്ടിങ് ഓൺ ഡൈപോൾ, അതിൻ്റെ മാക്സിമം ടോർക്ക് എപ്പോഴാണ്, കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഒരു $1,000,000 ആണ്. ദെൻ ഏറ്റവും ഇതിനകത്ത് നമ്മൾ ആ ഒരു $1,000,000 ക്വസ്റ്റ്യൻസിൽ തന്നെ വരുന്ന മറ്റു ക്വസ്റ്റ്യനുകളാണിത്. ഗോസസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അത് സ്റ്റേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗോസസ് ലോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുക. അതിൻ്റെ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. അതുപോലെ തന്നെ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ്, അതുപോലെ തന്നെ അറ്റ് സർഫസ് ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് കാണുക. അപ്പം ഇതിനകത്ത് ഫൈനലി നമ്മൾ നമ്മുടെ ആ ഒരു ഡയമണ്ട് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ്: സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് യൂസിങ് ഗോസസ് ലോ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡിസ്റ്റൻറ്റ് ആർ ഫ്രം എ ലൈൻ ചാർജ് ഹാവിംഗ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മറന്നു പോകണ്ട. അപ്പം ഇതുപോലെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ആക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ലൈക്കും കമൻറ്റും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റ് സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സുമായിട്ടും ഇതിലെ മറ്റ് ചാപ്റ്റേഴ്സുമായിട്ടൊക്കെ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ